ഞാൻ ഈ പട്ടുസാരിയൊക്കെ കൊടുത്ത് ഒരുങ്ങി നിൽക്കുന്നത് ഒരു കല്യാണത്തിന് പോകാനാണ്. ആക്ച്വലി ഞാൻ ഒറ്റക്കല്ല, നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഊബർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ നമ്മൾ ബുക്ക് ചെയ്ത ഊബർ എത്തി. നമ്മളെല്ലാവരും വണ്ടിക്കകത്ത് കയറി സെറ്റായി. ആക്ച്വലി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചൊരു യാത്ര ചെയ്തിട്ടും കുറച്ചധികം നാളുകളായി. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാവരുടെയും ഫേസിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൂട്ടത്തിൽ നമ്മുടെ ചേട്ടൻ്റെ കുറവുണ്ടായിരുന്നു. പുള്ളിക്കാരൻ അബ്രോഡ് ആയതുകൊണ്ട് പുള്ളിക്കാരനെ വല്ലാണ്ട് മിസ് ചെയ്തിട്ടോ. അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നു. ദേ ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. സ്ഥലം വരുന്നത് കരിമുകളാണ്, സെന്റ് ജോർജ് പാരിഷ് ഹാൾ. എൻട്രൻസിൽ തന്നെ നമ്മുടെ പെണ്ണിൻ്റെ ചെറുക്കൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു കേട്ടോ. അതും കണ്ട് ഓരോ വെൽക്കം ഡ്രിങ്കും കുടിച്ചു. അപ്പോഴേക്കും അങ്ങോട്ട് ഫ്രഷായി. ഇനി നേരെ ഹാളിലേക്ക് കയറി. ഞങ്ങൾ എത്തിയ ടൈം നല്ല ബെസ്റ്റ് ടൈമായിരുന്നു. ചെറുക്കനും പെണ്ണും ഹാളിലേക്ക് വന്ന് കയറിയ ടൈം. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും റഷും ഉണ്ടായിരുന്നു. കുറച്ച് നാൾ കൂടി ഒരു കുഞ്ഞു നീണ്ട യാത്ര നടത്തിയോണ്ട് അതിൻ്റെതായ ഒരു യാത്രാ വൈക്ലഭ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു. സോ നമ്മൾ നേരെ ഒരു സീറ്റ് കണ്ടുപിടിച്ചു. അവിടെ പോയെന്നിരുന്ന് റിലാക്സ്ഡ് ആയി. ശേഷം നമ്മളെല്ലാവരും കൂടെ ചെറുക്കനെയും പെണ്ണിനെയും കാണാൻ നേരെ സ്റ്റേജിലേക്ക് കയറി. മണവാട്ടി നമ്മുടെ കസിൻ സിസ്റ്റർ ആണ്. കൂട്ടത്തിൽ ഒരു സെൽഫി എടുത്ത് ഇനി നേരെ ഫുഡ് കൗണ്ടറിലേക്ക് വിട്ടു. ഡിഷ് പരിപാടിയോട് വലിയ താല്പര്യക്ഷയില്ലാത്ത ഞാൻ അതിന്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല. അങ്ങനെ ഭക്ഷണവും കഴിച്ച് നമ്മൾ അടുത്തുള്ള റബ്ബർ തോട്ടത്തിലേക്ക് പോയി കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുക്കുക. അങ്ങനെ അതും കഴിഞ്ഞ് എല്ലാവരോടും യാത്രയും പറഞ്ഞ് നമ്മൾ വണ്ടിയിൽ കയറി. അപ്പോഴേക്കും ആഞ്ചലീന ഉറങ്ങി. വണ്ടിയിലാണെങ്കിൽ നല്ല പാട്ട്. നല്ല പാട്ടും കേട്ട് റിലാക്സ്ഡ് ആയി. ഇനി നേരെ വീട്ടിലേക്ക്. അത്യാവശ്യം എല്ലാവർക്കും നല്ല യാത്രാക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പിന്നെ. അപ്പോൾ ബൈ.